നമസ്കാരം. പിണറായിക്ക് എതിരാളി ഷാഫി പറമ്പിൽ. മലബാറിൽ മൂപ്പിള തർക്കം അല്ലെങ്കിൽ മൂപ്പിള ലഹള വർദ്ധിക്കുന്നു. മാപ്പിള ലഹളയല്ല, മൂപ്പിള ലഹള. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിലേക്ക് എത്തുമ്പോൾ ആര് മലബാർ കീഴടക്കും, അല്ലെങ്കിൽ ആർക്ക് മലബാർ പിടിച്ചടക്കാൻ കഴിയും? മലബാറിൽ അത്തരത്തിലൊരു ഹെവി വെയ്റ്റ് പടയൊരുക്കവുമായിട്ടാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. അപ്പോൾ മലബാർ പിടിച്ചെടുത്താൽ കേരളത്തിൽ അഭിമാനകരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിജയത്തോടുകൂടി ഭരണത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരുമുന്നണികളും. ഞാൻ ഇരുമുന്നണികളും എന്ന് പറയുമ്പോൾ ഇടതുപക്ഷവും ഒപ്പം തന്നെ UDF. NDA ഇതിനകത്ത് ഭാഗവാക്കാണ് എന്ന് ഞാൻ പറയുന്നില്ല, അല്ല എന്നും പറയുന്നില്ല. അവർക്കുമുണ്ടാകും ചില സീറ്റുകൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പടയൊരുക്കം നടത്തുമ്പോൾ ധർമ്മടമടക്കമുള്ള ഇടങ്ങൾ, അതായത് മുഖ്യമന്ത്രിയുടെ മണ്ഡലമായുള്ള ധർമ്മടത്ത്, ആ ധർമ്മടത്ത് പോലും ഒരു യുവ തുർക്കിയെ ഇറക്കി പോരാട്ടം കടുപ്പിക്കുവാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അണിയറയിൽ സജീവമാകുന്നത് എന്നുള്ളതാണ്. ഷാഫി പറമ്പിലിനെയാണ് അവിടെ മുഖ്യമന്ത്രിയുടെ എതിരാളിയായിട്ട് ഇറക്കുവാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, കാരണം പരാജയപ്പെട്ടാൽ MP ആയിട്ട് തുടരുകയും ചെയ്യാം. കൂടാതെ ഷാഫി പറമ്പിൽ വിജയിക്കുകയാണെങ്കിൽ UDF മന്ത്രിസഭ വന്നാൽ ഒരു മന്ത്രിയായി മാറുകയും ചെയ്യാം. ഇതാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. 2011 മുതൽ ജില്ലയിൽ ഒരു MLA പോലും ഇല്ലാത്ത കോഴിക്കോട്ടെ ഇത്തരത്തിലുള്ള നാണക്കേട് മാറ്റാൻ വേണ്ടിയിട്ട് K മുരളീധരനെ തന്നെ കളത്തിലിറക്കണമെന്നുള്ള ആവശ്യവും കൂടി ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. മലബാർ മേഖലയിൽ വലിയ അഴിച്ചുപണിക്കൊരുങ്ങുകയാണ് കോൺഗ്രസ് എന്ന് വേണമെങ്കിൽ പറയാം. മുരളീധരൻ എത്തുന്നതോടെ ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വലിയ തരംഗമുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. KPCCയുടെ മുൻ പ്രസിഡന്റ് K സുധാകരൻ, കൂടാതെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഇവരൊക്കെ മത്സരിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് കൈക്കൊള്ളുന്ന തീരുമാനം മലബാറിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിർണായകമാകാൻ പോകുന്നു. ഈ മേഖലയിലെ സ്ഥാനാർത്ഥികളെ എല്ലാ ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചേക്കും. കാരണം CPM-ന് വലിയ വെല്ലുവിളികൾ ഈ മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വിജയം അത് കോൺഗ്രസിന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. അത്തരത്തിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് വിജയിച്ചു കയറാൻ കഴിയുന്ന മണ്ഡലങ്ങൾ കോഴിക്കോട്ടുണ്ട് എന്നുള്ള ഒരു തീരുമാനത്തിലും അത്തരത്തിലുള്ള ആത്മവിശ്വാസത്തിലും ആണ് അവർ മുതിർന്ന നേതാക്കളെ അടക്കം ഇവിടെ മത്സരിപ്പിക്കുവാൻ ഇറക്കുന്നത്. പക്ഷേ ഈ K സുധാകരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ ഈ കളരി വിട്ട് മാറേണ്ട സമയമായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ എങ്കിലും അവർ എന്തിന്റെ പേരിലാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്, അല്ലെങ്കിൽ എന്തിന്റെ പേരിലാണ് ഇവർ വന്നിവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ ഉത്തരവില്ല. പലർക്കും വീണ്ടും മന്ത്രിയാകുവാനും മന്ത്രിക്കുപ്പായം ഒക്കെ തുന്നിയിരിക്കുന്നത് കൊണ്ടായിരിക്കാം അത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ MP-മാർ മത്സരിക്കുന്നതിന് കർശനമായിട്ടുള്ള വിലക്ക് ഉണ്ടെങ്കിലും കണ്ണൂരിൽ K സുധാകരന് ഇളവ് നൽകുവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഒരു വേള സുധാകരൻ എത്തിയില്ല എങ്കിൽ TO മോഹനോ അല്ലെങ്കിൽ അമൃത രാമകൃഷ്ണൻ എന്നിവർക്കായിരിക്കും കണ്ണൂരിൽ സാധ്യത എന്ന് പറയപ്പെടുന്നത്. മത്സരിക്കണമെന്ന സന്ദേശം ദേശീയ നേതൃത്വം നൽകിയതോടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊയിലാണ്ടിയിലോ നാദാപുരത്തോ ജനവിധി തേടുവാനുള്ള സാധ്യതയുണ്ട്. ധർമ്മടത്ത് പിണറായിക്കെതിരെ ഷാഫി പറമ്പിലിനെ പരിഗണിക്കുന്നത് പോലെ തന്നെ ഈ നാദാപുരത്തോ കൊയിലാണ്ടിയിലോ മുല്ലപ്പള്ളി രാമചന്ദ്രനും രംഗത്തെത്തുന്നു എന്നുള്ളതാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ KPCC പ്രസിഡന്റായി കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരായിട്ടൊക്കെ മത്സരിച്ച് വിജയിച്ച് അവരുടെ കഴിവ് തെളിയിച്ച പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. എനിക്ക് തോന്നുന്നു 84 വയസ്സൊക്കെ ആകാറായ ഒരാളാണ് ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നൊക്കെ പറയുന്നത്. ഇവരാരെയും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നതല്ല, പക്ഷേ ഇവരെ പോലുള്ള നേതാക്കന്മാർ മാറിക്കൊടുക്കണം. എന്നിട്ട് യുവ തുർക്കികളെ കൊണ്ടുവരണം. ഒരു 50, 60, 70 വയസ്സൊക്കെ ഉള്ളവർ മത്സരിക്കട്ടെ. അവരെയൊക്കെ മാറ്റി നിർത്താതെ മത്സരിക്കുവാൻ എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാകട്ടെ. 8ഉം 10ഉം പ്രാവശ്യം മത്സരിച്ച് പാർലമെന്റിലും ഒപ്പം തന്നെ നിയമസഭയിലും ഒക്കെ മത്സരിച്ച് വിജയിച്ചവർ, മന്ത്രിമാരായവർ, തോറ്റുപോയവർ ഒക്കെ വീണ്ടും വീണ്ടും മത്സരിക്കുന്നത് പുതിയ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് മത്സരിക്കാൻ അവസരം നഷ്ടപ്പെടുന്നവരാണ്. ആകെ 5 വർഷത്തിൽ ഒരിക്കലാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ നടക്കുന്നത്. അവിടെ കഴിഞ്ഞ 40 വർഷമായിട്ട് മത്സരിക്കുന്നവർ തന്നെ വീണ്ടും വീണ്ടും മത്സരിക്കുന്നത് ഈ പാർട്ടിക്ക് ഒരു ഗുണവും ഉണ്ടാക്കില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അതവിടെ നിൽക്കട്ടെ. മന്ത്രിസഭാ രൂപീകരണത്തിലെ സാമുദായിക സന്തുലനം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം പുരോഗമിക്കുന്നത് UDF-ൽ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിൽ തന്നെ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇരിക്കൂറിൽ സിറ്റിംഗ് MLA ആയിട്ടുള്ള സജീവ് ജോസഫ് വീണ്ടും ജനവിധി തേടാൻ പോവുകയാണ് അവിടെ. മാത്രമല്ല, DCCയുടെ പ്രസിഡന്റ് K പ്രവീൺ കുമാറിനെ കൊയിലാണ്ടിയിലാണ് പരിഗണിക്കുന്നത്. എന്നാൽ മുല്ലപ്പള്ളിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമാകുന്നതനുസരിച്ച് മുല്ലപ്പള്ളിയിലോ നാദാപുരത്തോ ആയിട്ട് മാറ്റം പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ മുല്ലപ്പള്ളി കൊയിലാണ്ടിയിലേക്കാണ് പോകുന്നതെങ്കിൽ
പ്രവീൺകുമാറിനെ നാദാപുരത്തേക്ക് മാറ്റുവാനുള്ള സാധ്യതയും അതിനകത്തുണ്ട്. ഇനി ബാലുശ്ശേരിയിൽ KPCCയുടെ വൈസ് പ്രസിഡന്റ് രമ്യ ഹരിദാസും KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് VT സൂരജും ഒക്കെ പട്ടികയിലുണ്ട്. രാഷ്ട്രീയകാര്യ സമിതി അംഗമായിട്ടുള്ള N സുബ്രഹ്മണ്യൻ, KPCC ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള K ജയന്ത്, വിദ്യാ ബാലകൃഷ്ണൻ, കൂടാതെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KM അഭിജിത്ത് എന്നിവരെ കോഴിക്കോട് നോർത്ത്, ഏലത്തൂർ, നാദാപുരം മണ്ഡലങ്ങളിലേക്ക് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പലവട്ടം മത്സരിച്ചവരുണ്ട്, ഇതിൽ പരാജയപ്പെട്ടു പോയവരുണ്ട്, വിജയിച്ചവരുണ്ട്, ഇനി വിജയിക്കാനുള്ളവരുണ്ട്. KM അഭിജിത്തിനെ പോലുള്ള നേതാക്കന്മാർ, അതായത് KSUവിന്റെ പ്രസിഡന്റായിരുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന നേതാവാണ് KM അഭിജിത്തൊക്കെ നിയമസഭയിലേക്ക് മണ്ഡലത്തിൽ വിജയിക്കുക അല്ലെങ്കിൽ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിക്കേണ്ട സ്ഥാനാർത്ഥികളാണ്. കാരണം അത്തരത്തിലുള്ള യൂത്തന്മാർ ഉയർന്നു വരട്ടെ, അവർക്ക് സാധ്യതകൾ കൽപ്പിക്കണം. അല്ലാതെ പഴയ കാലത്തെ ഈ കോൺഗ്രസിന്റെ തന്നെ പഴയ പല മുഖങ്ങളുമുണ്ട്, അവരെയൊക്കെ വീണ്ടും പരിഗണിക്കുന്നത് ഈ പാർട്ടിക്ക് ഗുണകമാകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ മുതിർന്ന നേതാക്കൾക്കൊപ്പം യുവാക്കളും വനിതകളും അണിനിരക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും മലബാറിൽ കോൺഗ്രസ് പട്ടിക ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ വനിതകൾ, യുവാക്കൾ എന്നൊക്കെ പറയുന്നത് നാമമാത്രമായി പോയാൽ അത് വലിയ തിരിച്ചടിയാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇവിടെ പഴയ നേതാക്കളെ ഇനി ആർക്കും ആവശ്യമുണ്ട് എന്ന് തോന്നില്ല. കാരണം അവരുടെയൊക്കെ ഒരു ഗൈഡ് ലൈനിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ളവർ മത്സരിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. പകരം ഇങ്ങനെ മത്സരിച്ച് 8ഉം 10ഉം വട്ടം മത്സരിച്ചവർ വരെ വീണ്ടും വീണ്ടും മത്സരിക്കുക എന്ന് പറയപ്പെടുന്ന ഗതികേടാണ് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ ഗതികേടാണ്. എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് എത്തിയാൽ മന്ത്രിയാകാമെന്ന് പറഞ്ഞ് കുപ്പായം തുന്നി ഇറങ്ങുന്നവർ, ചിലപ്പോൾ ഭാര്യമാരുടെയൊക്കെ ഒരു സമ്മർദ്ദം കൊണ്ടായിരിക്കും പല മുൻ KPCC പ്രസിഡന്റുമാരും ഈ പദവിയിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്നതും തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുന്നതും മത്സരിക്കുവാൻ തയ്യാറാകുന്നതും. ചിലപ്പോൾ പല KPCCയുടെ മുൻ പ്രസിഡന്റുമാർക്കും താല്പര്യമില്ല മത്സരിക്കാൻ, പക്ഷെ അവരുടെയൊക്കെ ഭാര്യമാരും കുടുംബക്കാരുടെയും സമ്മർദ്ദം കാരണം മത്സരിക്കാൻ ഇറങ്ങുന്നവർ വരെ ഉണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങുകയായി. കോൺഗ്രസ് മലബാറിൽ വലിയ നേട്ടം കൊയ്യുന്നുള്ള ശ്രമം നടക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ പിണറായി വിജയനെതിരെ മത്സരിക്കുവാൻ ഷാഫി പറമ്പിനെ പോലുള്ളവരെ രംഗത്തിറക്കുന്നത് തന്നെ അതിന്റെ സൂചനകളാണ്. അപ്പോൾ അതുകൊണ്ട് മലബാറിൽ ഒരു മൂപ്പിളമ തർക്കം നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ ഈ വയസ്സായ ആൾക്കാർ അല്ലെങ്കിൽ പ്രായം ചെന്നവർ, കുറെ കാലമായി മത്സരിക്കുന്നവർ, ഇവരെയൊക്കെ തമ്മിലുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. കാരണം അഭിജിത്തിനെ പോലുള്ള യൂത്തന്മാരും K സുധാകരനും മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള പഴയ നേതാക്കന്മാരും തമ്മിലുള്ള ഒരു മൂപ്പിളമ തർക്കം നടക്കുന്നുണ്ട്. ഇത് ഒന്ന് റെഡിയായി കിട്ടിയാൽ മാത്രമേ കോൺഗ്രസിന് ആ മലബാർ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. ഇല്ല എന്നുണ്ടെങ്കിൽ പരസ്പരം പാരവച്ച് അവർക്ക് ഉള്ള സാധ്യത ഇല്ലാതാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.